സത്തു എന്താ പുറത്തേക്ക് നോക്കിക്കണേ? എന്താ അവിടെ ആൾക്കൂട്ടം കാണുന്നു? പറയണ പോലെ എന്താ അവിടെ ഭയങ്കര ആൾക്കൂട്ടം. എന്തൊക്കെയുണ്ട് പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ അവിടെ ഒന്നും. എന്താ ചോരാന്ന് എന്തൊക്കെ പറയുന്നത് കേൾക്കാണ്ട്. എന്തൊക്കെ എന്താ വെച്ചാല് അവിടുത്തെ പെണ്ണുണ്ടല്ലോ ഒരു അസത്താ. കാരണം എന്താ വെച്ചാല് ആ ചെങ്ങായെ കൊണ്ട് എല്ലാ പണിയെടുപ്പിക്കും. അകം അടിച്ചു വാരുക, അലക്കുക, കൂട്ടാൻ വെക്കുക, ചോറ് വെക്കുക, എല്ലാ പണി പട്ടി പണിയെടുക്കണ മാതിരി അയാൾ പണിയെടുത്തപ്പോൾ അവസാനം അയാൾക്ക് ഗതി കിട്ടുന്നുണ്ടാവും. അതാണ് ക്ഷമ തെറ്റിയിട്ട് അടിച്ച് ചെവിക്കല് തകർക്കുന്നതാണ്. ഓ ഇത്ര ചെറിയ കാര്യത്തിന് എന്തിനൊക്കെ അയാൾ പെണ്ണിനെ അടിച്ച് എനിക്ക് ആലോചിക്കുമ്പോ സങ്കടമാവുന്നു. ചെറിയ കാര്യം എന്ന് പറയാൻ പറ്റില്ല. എപ്പോഴും മനുഷ്യന്മാർ ഒരുപോലെ ആവില്ലേ? ചില സമയത്ത് അവർക്ക് കൺട്രോൾ പോകും. പറയാൻ പറ്റില്ല. ഇങ്ങനെയൊക്കെ അടിമപ്പണിയെടുപ്പിച്ച് എന്ത് ചെയ്യും? ചിലപ്പോൾ കിട്ടും, തല പൊളിക്കും പറ്റിയിട്ട് അവർക്ക് ചെയ്യും. പറയാൻ പറ്റില്ല അതൊന്നും. എന്തായാലും ഇപ്പോൾ ഇവിടെ നിന്നിട്ട് നോക്കിയൊരു കാര്യമില്ല. ഞാൻ അടുക്കളയിൽ കുറച്ച് പണിയുണ്ട്, പാത്രം കഴുകാറുണ്ട്. ഞാൻ പോയിട്ട് അയ്യോ നിക്ക പാത്രം ഒന്നും കഴുകണ്ട, ആ പാത്രമൊക്കെ ഞാൻ കഴിക്കോളാം. നിന്റെ കൈ ഒരു പണി ചെയ്യണ്ട, ഇവിടെ സുഖമായിട്ടിരുന്നാൽ മതി കേട്ടാ. ഇവിടുത്തെ എല്ലാ പണിയും ഞാൻ ചെയ്തോളാക്ക. ഇനി മുതൽ എല്ലാ പണിയും ഞാൻ ചെയ്തോളാം. ഒന്നും ചെയ്യണ്ട കേട്ടാ. ഞാൻ പോയി കഴുകട്ടെ. ഞാൻ പോയി കഴുകട്ടെ കക്ക. ഇനി ഒന്നും ചെയ്യണ്ട, അവിടെ ഇരുന്നോ സുഖമായിട്ടിരുന്നോ.